നമസ്കാരം. തുമ്പപ്പൂവും തുമ്പിതുള്ളലും ഓണക്കളികളും ഓണാഘോഷവും ഓണസദ്യയുമായി മലയാളികൾക്ക് വീണ്ടും ഒരു പൊന്നോണം വന്നെത്തി. സൂര്യവുഡ് ആനപ്പെരുമയിൽ ഈ പൊന്നോണ ജാലകം തുറക്കുമ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള നാടിൻ്റെ ആഘോഷങ്ങൾക്ക് താളമേളങ്ങളുടെ മാസ്മരികത തീർത്ത ചെണ്ടമേളത്തിൻ്റെ പെരുമ ലോകം മുഴുവൻ എത്തിച്ച മഹാരഥന്മാരുടെ നാട്, പൂരങ്ങളുടെയും പൂരപ്രേമികളുടെയും ഗ്രാമം, കൊച്ചി രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനെന്ന് കേളികേട്ട ശക്തൻ തമ്പുരാനോട് പൊരുതി നിന്ന നാട്. ഈ നാടിന് സ്വന്തമെന്ന് പറയാൻ അഴകുകളെല്ലാം തികഞ്ഞ ഒരു കൊമ്പൻ, ബാസ്റ്റ്യൻ വിനയസുന്ദർ. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ, എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ. വീട്ടിലുണ്ടായിരുന്ന ആനകളെയും കൂടി വിറ്റതോടെ ആൻഡുവിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. ഈ സമയത്താണ് ഗ്രാങ്ങാട്ട് നമ്പൂതിരി ബീഹാറിൽ നിന്നും ഒരു 20 വയസ്സുള്ള കൊമ്പനെ കൊണ്ടുവരുന്നത്. ഉടൻ തന്നെ ആനയെ പോയി കണ്ടു. കണ്ട മാത്രയിൽ തന്നെ ബാസ്റ്റ്യൻ ഗ്രൂപ്പ് ആൻഡുവിന് ആ കൊമ്പനെ വല്ലാതെയങ്ങ് ബോധിച്ചു. ഒരാനയ്ക്കുള്ള വിലയല്ല അന്ന് ആൻഡു നൽകിയത്, മോഹവില തന്നെ നൽകിയാണ് ആ കൊമ്പനെ അന്ന് സ്വന്തമാക്കിയത്.
ആ കൊമ്പന്റെ ശാന്തതയും സൗന്ദര്യവും സ്നേഹപ്രകടനവുമെല്ലാം ആൻഡുവിനെ അത്രമേൽ സ്പർശിച്ചിരുന്നു. അവൻ്റെ സ്വഭാവത്തിലുള്ള വിനയം പേരിലും വേണമെന്ന നിർബന്ധമാണ് ബാസ്റ്റിൻ വിനയചന്ദ്രൻ എന്ന പേര് ചാർത്തി നൽകാൻ കാരണമായതും. 36 വർഷങ്ങൾ ആൻഡുവും വിനയചന്ദ്രനും കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞു. ഇതിനിടെ അടിവേരുകൾ ഉൾപ്പെടെ പല ചലച്ചിത്രങ്ങളിലും തകർത്തഭിനയിച്ചു നമ്മുടെ ചന്ദ്രൻ. 3.5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ജീവിതയാത്രയ്ക്ക് വിനയചന്ദ്രൻ്റെ അപ്രതീക്ഷിത വിയോഗത്തോടെ തിരശീല വീഴുകയായിരുന്നു. വിനയചന്ദ്രനു ശേഷം എത്തിയ ശങ്കറിനും സുന്ദറിനും പേരിന് മുൻപിൽ വിനയ എന്ന് കൂട്ടിച്ചേർത്തതും വിനയചന്ദ്രനും ആൻഡുവും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചോതുന്നതാണ്. വർഷത്തോളമായി ആനപരിപാലന രംഗത്ത് സജീവമായുള്ള ആളാണ് ബാസ്റ്റ്യൻ ആൻഡ്വേട്ടൻ. ആൻഡ്വേട്ടനാണ് വിനയസുന്ദറിൻ്റെ ഉടമസ്ഥൻ. ആനപരിപാലനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പട്ട കിട്ടാനില്ല, ട്രെയിൻഡായിട്ടുള്ള ആനക്കാരില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയുന്നത്, ആന ഏൽപ്പിക്കാൻ ഇപ്പോൾ വരുന്നത് മുഴുവൻ ഇടനിലക്കാരാണ്. ഇടനിലക്കാരുടെ പ്രസക്തി വളരെ കൂടി. അപ്പോൾ ആനയുടെ ഏക്കങ്ങൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ പരിപാലനത്തിൻ്റെ ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടയായിട്ടും മരുന്നായിട്ടും എല്ലാ കാര്യത്തിനും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ പുറത്തുനിന്ന് ആനകൾ കൊണ്ടുവരുന്നില്ല, അതിന് പെർമിറ്റില്ല. അത് കാരണം ആനപ്രസ്ഥാനം വളരെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആനകൾ അവിചാരിതമായി അസുഖമായിട്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും ചെരിയുന്ന കാലഘട്ടമാണ്. അത് മാധ്യമങ്ങൾക്ക് പേപ്പറിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. വളരെ ചുരുങ്ങിപ്പോയി നാട്ടാനകൾ. അപ്പോൾ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ പുറത്തുനിന്ന് ആനകൾ വരണം, അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നിന്ന് ആനനെ പിടിച്ച് ലേലം ചെയ്യണം. എന്നാലേ ഈ പ്രസ്ഥാനം നിലനിൽക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, വിനയസുന്ദറിന് മുമ്പേ വിനയചന്ദ്രനെ പോലെ പ്രേക്ഷകർ നെഞ്ചേറ്റിയ, ആനപ്രേമികൾ നെഞ്ചേറ്റിയ ഒരു ആനയൊക്കെ ആൻഡ്വേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ ഓർമ്മകളിലേക്ക് കിടക്കുമ്പോൾ? ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വിനയേന്ദ്രനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. 36 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആനയാണ്. പിന്നെ ആൾ സിനിമയിൽ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടിവേരുകൾ എന്നുള്ള സിനിമ വളരെ ഹിറ്റായിട്ടുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 36 വർഷം ഒരു ഉറുമ്പിനെ ദ്രോഹിച്ചിട്ടുള്ളതാണ്, ഉറുമ്പിനെ വരെ. അത്രയും ശാന്തശീലനാണ്. അപ്പോൾ ഈ ആന കുഴപ്പക്കാരനെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അത് ഈ 36 വർഷം നിന്നതിൻ്റെ ഒരു പാരമ്പര്യം. പിന്നെ വിനയശങ്കർ, അങ്ങനെ പല ആനകളും എൻ്റെ കൂടെ നിന്നായിരുന്നു. സ്വഭാവത്തിൽ മാർക്കിടാവുന്ന ആനയാണ് വിനയേന്ദ്രനും വിനയസുന്ദറും. ഉത്സവവേദികളിൽ വിനയസുന്ദറിനോടൊപ്പം എത്തുമ്പോൾ അവനെ ഇഷ്ടപ്പെടുന്നവർ അടുത്തെത്തുമ്പോൾ തോന്നുന്നത് എന്താണ്? ആൾക്ക് അടുത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ തിന്നാൻ കിട്ടണം എന്നുള്ളൊരു വിചാരമാണ് അധികം. ശർക്കരയാ എന്തായാലും കിട്ടണം. അതിപ്പോൾ ഉടമസ്ഥൻ വന്നാലും അവനോട് ഇഷ്ടമുള്ള ആൾക്കാർ വന്നാലും ആന തിരിച്ചറിയും. പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് വിനയസുന്ദറിനെ ആൻഡു സ്വന്തമാക്കുന്നത്. അന്നിവൻ്റെ പേര് പട്ടിമറ്റം രാമൻകുട്ടി എന്നായിരുന്നു. ഈ കുമ്പനെ തെക്കിനിയത്ത് തറവാട്ടിലെത്തിക്കുന്ന സമയത്ത് 9.5 അടിയോളം ഉയരമുള്ള ഒരു 27-കാരനായിരുന്നു. എന്നാലിപ്പോൾ 9.25 അടി ഉയരമുള്ള ലക്ഷണോത്തമനായി വിനയസുന്ദർ മാറിക്കഴിഞ്ഞു. വെളുത്ത 18 നഖങ്ങൾ, വീണെടുത്ത കൊമ്പുകൾ, നിലത്തിഴയുന്ന തുമ്പിക്കൈ, നല്ല മദഗിരി, ഉയർന്ന മസ്തകം, വലിയ ചെവികൾ, വലിയ വായുകുംഭം തുടങ്ങി ഒറ്റ നോട്ടത്തിലെന്നല്ല എത്ര നോക്കിയാലും മതിയാകാത്ത സൗന്ദര്യ തികവിനുടമയാണ്. പേരുപോലെ തന്നെ സ്വഭാവവും സൗന്ദര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന ലക്ഷണയുക്തനായ കൊമ്പൻ ബാസ്റ്റിൻ വിനയസുന്ദർ. ചെണ്ടമേളത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തിയ മേളക്കുലപതി ശ്രീ പത്മശ്രീ പെരുവനം കുട്ടന്മാരൻ നമ്മോടൊപ്പം ഉണ്ട്.
അറിയാം ഈ പെരുവനം ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ് പെരുവനം കുട്ടന്മാരും ബാസ്റ്റ്യൻ വിനയസുന്ദറും. അപ്പോൾ ഒരുപാട് മേളങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ആനകളെ നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ ബാസ്റ്റ്യൻ വിനയസുന്ദറിനെ പല ഉത്സവങ്ങൾക്കും അതുപോലെ കണ്ടുമുട്ടാറുണ്ട്. എന്താണ് മനസ്സിൽ തോന്നുന്നത്? നമസ്കാരം. പൂരങ്ങളുടെ നാടാണ് പെരുവനം ഗ്രാമം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചരിത്രപരമായി ഏറ്റവും പുരാതനവും അതുപോലെ തന്നെ എന്തുകൊണ്ടും ശ്രേഷ്ഠതയുള്ള മഹോത്സവമാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ. 1436 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യം ഉറങ്ങുന്ന നാടാണ് പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമത്തിൽ പെരുവനം പൂരം എന്ന് പറഞ്ഞാൽ അഴകുള്ള ആനകളെ എഴുന്നള്ളിക്കുക, അതുപോലെ പ്രശസ്തരായ വാദ്യകലാകാരന്മാർ മേളത്തിൽ പങ്കെടുക്കുക. അത് ഓരോ കൊല്ലം ചെല്ലും തോറും അത് കൂടുതൽ നന്നായി വരിക. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ആസ്വാദക വൃന്ദം സംഘാടകരെ പെരുവനത്ത് കാലാകാലങ്ങളിലുണ്ടായിട്ടുണ്ട്. പെരുവനം ഗ്രാമത്തിൽ കിരങ്ങാട് കേശവൻ നമ്മുടെ പെരുമ്പളിശ്ശേരിയുടെ അല്ലെങ്കിൽ പെരുവനത്തിൻ്റെ അഭിമാനമായി ഒരു കാലത്ത് മേളവേദികളിൽ പൂരവേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ കിരങ്ങാട് കേശവൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴും ചേർപ്പിൽ ഒരാനയുണ്ട്. ബാസ്റ്റ്യൻ വിനയസുന്ദർ ചേർപ്പിൻ്റെ ആനയാണ്, ഞങ്ങളുടെ ആനയാണ് എന്ന് പറയാൻ സന്തോഷിക്കാൻ വക നൽകുന്നു. ആകാരത്തിലും ഭംഗിയിലും എല്ലാം അഴകൊത്ത സുന്ദരൻ തന്നെയാണ് വിനയസുന്ദർ. ആനപ്രേമികളുടെ ഹരമാണ് വിനയസുന്ദർ ഇന്ന് ഉത്സവവേദികളിൽ. അപ്പം നിരവധി പൂരങ്ങളിൽ ചെല്ലുമ്പോൾ എഴുന്നള്ളിച്ച ആനകളുടെ ഒപ്പം അല്ലെങ്കിൽ എഴുന്നള്ളിക്കുന്ന ആനയായിട്ട് വിനയസുന്ദറിനെ കാണുമ്പോൾ ബാസ്റ്റ്യൻ തറവാട്ടിൽ 3 ആന ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും സുന്ദരനായ വിനയസുന്ദർ മാത്രമാണുള്ളത്. അപ്പോൾ വിനയസുന്ദറിനെ കാണുമ്പോൾ സ്വന്തം ആന എഴുന്നള്ളിക്കുന്നു എന്ന ഒരു സന്തോഷത്തോടെ സ്വന്തം നാടിൻ്റെ അഭിമാനമായ വിനയസുന്ദറിനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. നിരവധി പൂരങ്ങൾക്ക് ശാന്തശീലനും സൗമ്യനും അത് നല്ല അഴകുള്ള ആനയായതുകൊണ്ട് ഒരുവിധം പൂരങ്ങളിലൊക്കെ വിനയസുന്ദറിൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് മേളവും പൂരവും ആനയും മേളവും എല്ലാം പെരുവനത്തുനിന്ന് അല്ലെങ്കിൽ പെരുവനം ഗ്രാമത്തുനിന്ന് എത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷമാണ്, അഭിമാനമാണ്. ആനയെ എങ്ങനെ നന്നായി വളർത്താം, ആനയെ എങ്ങനെ പരിചരിക്കാം എന്ന് കൃത്യമായി ഉടമസ്ഥനും അതുപോലെ തന്നെ ആന പാപ്പാന്മാർക്കൊക്കെ നൽകി ആനയെ സ്നേഹിച്ച് നടക്കുന്ന ആന പെരുമ സംഘത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ആനപ്പെരുമയുടെ നെടുന്തോണും ആനപ്രേമികളുടെ പ്രിയനുമായ പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ നമ്മോടൊപ്പമുണ്ട്. സർ നമസ്കാരം. ആന പരിചരണ രംഗത്ത് കുറേ കാലമായി. നമുക്കറിയാം ആന പെരുമയോടൊപ്പം തുടക്കം മുതൽ ഈ നിമിഷം വരെ നമുക്ക് ഊർജ്ജമായിട്ട് കൂടെ തന്നെയുണ്ട്. ആനപ്പെരുമ കുറേ കാലമായിട്ട് തുടക്കം മുതലേ അറിയാം. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ കൂടെ തന്നെ പല എപ്പിസോഡുകൾ എനിക്ക് കഴിയാവുന്നതിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ശിവസുന്ദർ, അടിയാട്ടയ്യപ്പൻ തുടങ്ങിയ ആനകളെയൊക്കെ ആനപ്പെരുമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ശിവസുന്ദർ ചെരിഞ്ഞിട്ട് 5 മാസം തികയുന്ന ദിവസം. പിന്നെ ഇനി നമ്മുടെ വിനയസുന്ദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പണ്ടേ വാങ്ങിയ സമയത്ത് തന്നെ വാങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഈ ആനയെ കാണാൻ പെരുവനത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ പോയിട്ടുണ്ട്. അന്ന് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആനയാണ്. ഏറ്റവും സ്വഭാവത്തിൽ വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ് വിനയസുന്ദർ. ഏത് നീരിലും അടുത്തൊക്കെ പോകാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനും ഇതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ശിവസുന്ദറിൻ്റെയും അടിയാട്ടയ്യപ്പൻ്റെയൊക്കെ അടുത്ത് പോകാറുണ്ട്. അവർ എല്ലാ സർവ്വലക്ഷണമൊത്ത നാടൻ ആനയാണ് അല്ലേ വിനയസുന്ദർ? കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കിയിട്ട് എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ, എഴുന്നള്ളി വരവുണ്ട് കരിവീരൻ. ആരാധകർ അവനോട് കൂടിക്കഴിഞ്ഞു. വിനയസുന്ദറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പെരുവനം ഗ്രാമം ഓണാഘോഷത്തിൻ്റെ ആവേശത്തിമർപ്പിലാണ്. ഒപ്പം വിനയസുന്ദറും. കാണാം പൊന്നോണാഘോഷ കാഴ്ചകൾ.
സാംസ്കാരിക കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ നിന്നും ഉത്സവ പറമ്പുകളിലേക്ക് ജൈത്രയാത്ര തുടരുന്ന ബാസ്റ്റിൻ വിനയസുന്ദർ എന്ന ഈ കരിവീരൻ പൂരാസ്വാദകരുടെ മാത്രമല്ല, ആനകളെ സ്നേഹിക്കുന്ന ഏവരുടെയും മാനസപുത്രനാണ്. ബാസ്റ്റിൻ ഗ്രൂപ്പിൽ എത്തിയ ശേഷം ആദ്യമായി പങ്കെടുത്തത് ഉത്രാളിക്കാവ് പൂരത്തിനായിരുന്നു. പിന്നീടങ്ങോട്ട് ഓരോ പൂരപ്പറമ്പുകളിലെയും ഒഴിവാക്കാനാകാത്ത ഘടകമായി വിനയസുന്ദർ മാറിക്കഴിഞ്ഞു. പെരുമ്പിളിശ്ശേരിയിലെത്തിയതിനു ശേഷം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിലും സ്ഥിര സാന്നിധ്യമാണ്. കൂടാതെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന് സ്വർണ്ണത്തിടമ്പേറ്റുന്നതിനുള്ള സൗഭാഗ്യവും ഈ ഗജസുന്ദരന് ലഭിച്ചിട്ടുണ്ട്. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഭേദ്യം ചെയ്ത് ചട്ടമാക്കാൻ നോക്കിയാൽ നടക്കില്ല എന്നതാണ്. അതിനൊരു നേർക്കാഴ്ചയും നമുക്ക് മുൻപിലുണ്ട്. ഏകദേശം ഒരു 6 വർഷം മുൻപാണ് സംഭവം. ഒരു പാപ്പാനെത്തി വടിക്കമ്പുമായി ചട്ടമാക്കാൻ ഒരുങ്ങി. സുന്ദറിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന ഉടമ ആൻഡു പാപ്പാനെ വിളിച്ച് പറഞ്ഞു, അടിച്ചാൽ ചട്ടമാകുന്ന ആനയല്ല ഇവൻ, മറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ മതി, യാതൊരു കുഴപ്പവും കാണിക്കാതെ ചട്ടമായിക്കൊള്ളും എന്ന്. ഈ വാക്കിനെ അന്വർത്ഥമാക്കുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കാണുവാനായത്. പിന്നെ പാപ്പാൻ്റെ കയ്യിൽ നിന്നും ചെറിയ ഒരു തല്ല് കിട്ടിയാൽ ഉടമയോ അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരോ അടുത്തു വന്നാൽ അടി കിട്ടിയ ഭാഗം പ്രത്യേക ശബ്ദമുണ്ടാക്കി തുമ്പിക്കൈകൊണ്ട് തൊട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ വെള്ളത്തിനും പട്ടയ്ക്കുമൊക്കെ ഓരോ രീതിയിലാണ് സുന്ദർ വിളിക്കുക. നേരെ നിന്ന് വിളിക്കുകയാണെങ്കിൽ അവന് ആവശ്യം പട്ടയാണ്. അതല്ല തിരിഞ്ഞു നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, വെള്ളമാണ് അവൻ ആവശ്യം. അതുകൊണ്ട് തന്നെ വിളി കേട്ടാലറിയാം എന്തിനാണ് അവൻ വിളിക്കുന്നതെന്ന്. ആവശ്യമുള്ളത് അവൻ അരികിലെത്തിയാൽ പിന്നെ ഒരക്ഷരം ഉരിയാടില്ല. പനമ്പട്ടയും കരിമ്പുമാണ് ഇഷ്ടഭക്ഷണമെങ്കിലും മധുരം കിട്ടിയാൽ, പ്രത്യേകിച്ച് ലഡുവും ജിലേബിയും തുടങ്ങി പലഹാരങ്ങളോട് ഇത്തിരി പ്രിയം കൂടുതലാണ് താനും. ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ് വിനയസുന്ദറിൻ്റെ നീരുകാലം. ആ സമയത്ത് പോലും അടുത്ത് ചെന്ന് ഭക്ഷണം കൊടുക്കാം. എന്തിന് ചങ്ങലയുടെ ബന്ധനം പോലും ഇവനാവശ്യമില്ല. ആനപ്രേമം കൊണ്ട് ആനപ്പാപ്പാന്മാരായവരും ആന സംരക്ഷകരായവരും ആന ഉടമകളായവരും നിരവധിയുള്ള നമ്മുടെ ഈ ആനക്കേരളത്തിൽ 2 പതിറ്റാണ്ടിലേറെയായി നിരവധി ആനകൾക്ക് തൻ്റെ സ്നേഹം പകുത്തു നൽകി ആ കരിവീരന്മാരുമായി പ്രത്യേക ഒരു ആത്മബന്ധം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന എടമുട്ടം സ്വദേശി ബിജുവാണ് വിനയസുന്ദറിൻ്റെ ഒന്നാമൻ. ഒരു ആനയും പാപ്പാനും എങ്ങനെയാകണമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വിനയസുന്ദറും ബിജുവും നമുക്ക് പകർന്നേകുന്നത്. ചന്ദ്രാപിന്നി സ്വദേശി പ്രജിലാണ് രണ്ടാമനായി സുന്ദറിനൊപ്പമുള്ളത്.
പേര് പോലെ വിനയമുള്ളവനാണ് വിനയസുന്ദർ. എന്നാൽ ഇവനേക്കാൾ വിനയമുള്ളൊരു പാപ്പാനുണ്ട് ഇവന്, ബിജുവേട്ടൻ. വിജയേട്ടാ, എത്ര വർഷമായി വിനയസുന്ദറിനോടൊപ്പം? ഞാനിപ്പോൾ 1.5 വർഷമായി. ആനപ്പണി 10-24 കൊല്ലമായി. പിന്നെ നല്ലൊരു ആനയാണ്, ഞാൻ കയറിയില്ല ഏറ്റവും നല്ലൊരു ആനയാണത്. ഹൈറ്റിലും ആന സ്വഭാവ രീതിയും നല്ലൊരു സ്വഭാവമാണ് ആനയുടെ. പാവാണ്. പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ വിനയസുന്ദറിനെ പോലെ തന്നെ ബിജുവേട്ടനും ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്? അല്ല, നല്ല സ്വഭാവം എന്ന് വെച്ചാൽ ഇവിടെ ഈ ആനയ്ക്ക് മിക്കവായിട്ടും നല്ല പൂരങ്ങളും ഉണ്ട്. നല്ലൊരു നമുക്ക് ഈ ആന കയറി ആനപ്പെരുമയുടെ ശക്തി കേന്ദ്രം, തുടക്കം മുതൽ ഞങ്ങളുടെ സ്നേഹ കൂട്ടാളി, സൂര്യവുഡ് ഉടമ ശ്രീ മധു കൊല്ലിക്കര, ഞങ്ങളുടെ മധുവേട്ടൻ ഇന്ന് കൂടെയുണ്ട്. ആനകളോടുള്ള പ്രത്യേക താല്പര്യം കാരണമാണ് ഈ പ്രോഗ്രാമിൽ ഞാൻ സ്പോൺസറായി ഷിജു പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടാളിയായത്. പണ്ടേ ആനകളും ഉത്സവങ്ങളൊക്കെ പ്രിയം തന്നെയാണല്ലേ? അതെ അതെ. എങ്ങനെയാണ് ഈ ആനയോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി വരാനുള്ള ഒരു സാഹചര്യം അതെന്താണ്? നമ്മൾ ഈ തടി വ്യാപാരത്തിലുള്ള ആളായതുകൊണ്ട് ഈ ആനകളായിരുന്നു അന്ന് തടികൾക്ക് തടിപ്പെടുത്തത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ വീട്ടിലൊരു ആന ഉണ്ടായിരുന്നു.
കൺമുൻപിൽ നിന്ന് മറഞ്ഞിട്ടും ആനപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന തൻ്റെ മുൻഗാമികളുടെ ചരിത്രവും നെഞ്ചേറ്റിക്കൊണ്ട് ആനപ്പെരുമയ്ക്കൊത്തവണ്ണം അഴക് വിരിച്ചു നിൽക്കുന്ന ബാസ്റ്റ്യൻ വിനയസുന്ദറോട്ടുള്ള ഈ ഓണം എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. മനോഹരമായ ഈ തിരുവോണജാലകം ഞങ്ങളിവിടെ അടയ്ക്കുമ്പോൾ മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം എന്ന ഉറപ്പ്. കിഴക്കേ പൊൻപുലരിയിൽ തിരുനടയിൽ തിരിതെളിഞ്ഞേ തിരുനെറുകിൽ തിടമ്പേറ്റി മണിനാദം മുഴക്കി